ഓം നമോ നാരായണായ. വിഷ്ണു സഹസ്രനാമ വ്യാഖ്യാനം. ഓം നമോ ഭഗവതേ വാസുദേവായ. സോമപോ അമൃതപ സോമ പുരുജിത് പുരുസത്തമ വിനയോജയ സത്യസന്ധോ ദാശാർഹ സാത്വദാംപതീ. സോമപ, സോമലതയുടെ രസത്തെ പാനം ചെയ്യുന്നവൻ. യജ്ഞത്താൽ ഏതു ദേവതയെ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചാലും എല്ലാം മഹാവിഷ്ണുവിൻ്റെ ഓരോ അംശം തന്നെയാണ്. അതുകൊണ്ട് അവിടുന്ന് തന്നെയാണ് സോമരസവും സ്വീകരിച്ച് പാനം ചെയ്യുന്നത്. യജ്ഞവും യജ്ഞത്തിൻ്റെ യജമാനനും ഭഗവാൻ തന്നെ. യജ്ഞത്തിലെ സോമരസം പാനം ചെയ്യുമ്പോൾ അത് അവിടുന്ന് തന്നെയാണല്ലോ പാനം ചെയ്യുന്നത്. അതിനാൽ സോമപ. അമൃതപ, അമൃത് പാനം ചെയ്യുന്നവൻ. ധന്വന്തരി മൂർത്തിയായി പാലാഴിയിൽ നിന്ന് ഭഗവാൻ ഉയർത്തിക്കൊണ്ടുവന്നത് പരമാനന്ദമാകുന്ന അമൃത് തന്നെ. ധന്വന്തരമൂർത്തിയുടെ കയ്യിൽ നിന്ന് അസുരന്മാർ അമൃത് തട്ടിപ്പറിച്ചപ്പോൾ മോഹിനി വേഷം ധരിച്ച് അത് വീണ്ടെടുത്തത് അവിടെ നിന്നാണ്. ദേവന്മാർ അമൃത് പാനം ചെയ്ത് അമരത്വം നേടി. ദേവാംശവും അസുരാംശവും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. പാലാഴി ചിത്തം തന്നെ. അത് കടഞ്ഞ് പരമാത്മാബോധം തെളിയുമ്പോൾ ആസുരത അത് നശിപ്പിക്കാൻ വരുന്നത് യോഗികളുടെ അനുഭവമാണ്. ആസുരഭാവങ്ങളെ കൃപയോടെ ഒതുക്കി ഭക്തരുടെ ദേവാംശത്തെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ഭഗവാൻ തന്നെയാണ് അമൃതപ. സോമ, ചന്ദ്രൻ. ഉമാസമേതനായ ശിവൻ. നക്ഷത്രങ്ങളിൽ ഞാൻ ചന്ദ്രനാകുന്നു എന്ന് ഗീതയിൽ പരാമർശമുണ്ട്. ചന്ദ്രനായി ഔഷധ സസ്യങ്ങളുടെ വീര്യത്തെ വർദ്ധിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിലും സോമൻ. ഉ എന്നത് ശിവനും മാ എന്നത് ശക്തിയും എന്ന അർത്ഥമെടുത്താൽ ഉമാപതിയായ ശിവനും ഭഗവാൻ തന്നെ എന്ന് വരും. കാരണം ബ്രഹ്മ വിഷ്ണു മഹേശ്വരനായി സൃഷ്ടി സ്ഥിതി സംഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അവിടുന്ന് തന്നെയാണെന്ന് വിഷ്ണു പുരാണം പറയുന്നു. പുരുജിത്, അനേകം പേരെ ജയിക്കുന്നവൻ. പല വിധത്തിലാണ് അവിടുന്ന് വിജയിയാകുന്നത്. ധർമ്മ സംസ്ഥാപനത്തിനായി അവതരിക്കുമ്പോൾ അധർമ്മം അനുഷ്ഠിക്കുന്നവരെ വധിക്കുന്നു. ശ്രീരാമാവതാരത്തിൽ യുദ്ധത്തിൽ കോദണ്ഡമെന്ന പ്രസിദ്ധമായ ധനുസ് ഉപയോഗിച്ചാണ് മഹർഷിമാരെ സൽക്കാരാദികൾ കൊണ്ടും ദരിദ്രരെ ദാനത്താലും ലോകങ്ങളെ സത്യനിഷ്ഠയാലും ജയിച്ചുവെന്ന് വാൽമീകിയുടെ അതിമനോഹരമായ ഒരു ശ്ലോകമുണ്ട്. പുരുസത്തമ, പല രൂപങ്ങളുള്ളവനും ശ്രേഷ്ഠനും. വിശ്വരൂപനായിരിക്കുന്നവന് ഒട്ടനവധി രൂപങ്ങളുണ്ടല്ലോ. ഉത്കൃഷ്ടനായ പുരുഷൻ പുരുഷോത്തമൻ. പരമ്പൊരുൾ മായയാൽ ഒന്നിൽ നിന്ന് പലതായി പിരിഞ്ഞു. അങ്ങനെ പുരുവും സത്തമനും ആകയാൽ പുരുസത്തമൻ. വിനയ, ശിക്ഷിക്കുന്നവൻ. വിനമ്രൻ, അധർമ്മികളെ ശിക്ഷിച്ച് അഹങ്കാരം നശിപ്പിച്ച് വിനയവാന്മാരാക്കുന്നതിനാൽ വിനയ. അവതാരങ്ങൾ എടുത്തു പരിശോധിച്ചാൽ വിനയത്തിന് ഭഗവാൻ എത്ര മൂല്യം കൽപ്പിക്കുന്നു എന്ന് മനസ്സിലാകും. ലോകാഭിരാമനും വില്ലാളി വീരനുമായ രാമൻ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ സീതാ സ്വയംവരത്തിന് വില്ലുപുരം കുലയ്ക്കുന്നത് ശ്രീ ത്യാഗരാജ ഭാഗവതർ ഗർവമാനസദൂരൻ എന്ന് പാടിയതുപോലെ എത്രയോ വിനയവാനായിട്ടാണ് നിലകൊള്ളുന്നത്. തന്നിലും മീതെ ഒന്നും തന്നെ പ്രപഞ്ചത്തിലില്ല എന്നറിയുമ്പോഴും ശ്രീരാമൻ വിനയമാണ് കിരീടമാക്കുന്നത്. അതുകൊണ്ട് വിനയം ഭൂഷണമാക്കുക. അഹംബോധം നശിച്ചാലേ നമ്മളിൽ വിനയം വിളങ്ങൂ. ഈ വിശ്വരചനയെക്കുറിച്ച് ഓർത്താൽ, നമ്മളിൽ ഭഗവാൻ ചൊരിയുന്ന കരുണയോർത്താൽ എങ്ങനെയാണ് ഒരു നിമിഷം പോലും വിനയം കൈവിടാനാകുമോ? ജയ, സർവഥാ ജയിക്കുന്നവൻ. ഞാൻ ജയം തന്നെയാകുന്നു എന്നാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്. സാധാരണ മനുഷ്യൻ അവൻ്റെ ഉള്ളിലെ യുദ്ധങ്ങളിൽ ജയിച്ചാലേ ഭഗവാനിലെത്തൂ. ബാഹ്യ യുദ്ധങ്ങളിലല്ല വിജയം വരിക്കേണ്ടത്. ഒരാളെ തർക്കത്തിലോ യുക്തിയിലോ ബുദ്ധിയിലോ അഹങ്കാരത്തിലോ ജയിച്ചിട്ട് കാര്യമൊന്നുമില്ല. ആന്തരിക ജയങ്ങളാണ് പ്രധാനം. ആ ജയം തന്നെ ഭഗവാനാണ്. സത്യസന്ധ, സത്യമായിരിക്കുന്നത് ഒന്നേയുള്ളൂ. അത് അവിടെ നിന്നാണ്, മറ്റാരുമല്ല, മറ്റൊന്നുമല്ല. സത്യകാമനും സത്യസങ്കല്പനുമാണ് അവിടുന്ന്. ഭഗവാന്റെ വാക്കുകളും സങ്കല്പങ്ങളും സദാ സത്യമായി വരുന്നു. എന്തുകൊണ്ട് ഭഗവാൻ സത്യമായതുകൊണ്ട്
സത്യം ആചരിക്കുന്ന, വ്രതമായി അനുഷ്ഠിക്കുന്ന ഒരാളുടെ വാക്കുകൾ സത്യമാകുന്നു. സത്യം ആചരിക്കുന്ന ഒരാൾ സത്യമായി തീരുന്നു. അതിനാലത്രേ അയാളുടെ വാക്കുകൾ സത്യമായി തീരുന്നത്. എനിക്ക് എല്ലാ കാലത്തും സത്യം ഒന്ന് തന്നെയാണ്, എനിക്ക് സർവസ്വമായിട്ടുള്ളത് അത് തന്നെയെന്ന് ശ്രീരാമൻ പറയുന്നത്. ദാശാഹ, ദാനങ്ങൾ സ്വീകരിക്കാൻ അർഹനായവൻ, ദാശാർഹ കുലജാതൻ. ദാശ എന്നതിനർത്ഥം ദാനം. എല്ലാ കർമ്മങ്ങളും ബ്രഹ്മാർപ്പണമായി ചെയ്യേണ്ടതാണ്. എല്ലാം ബ്രഹ്മം തന്നെയാണല്ലോ. എല്ലാ സമർപ്പണവും സ്വീകരിക്കാൻ അർഹതപ്പെട്ട ഒരേ ഒരാളേയുള്ളൂ. അതാണ് നമ്മുടെ പ്രഭുവായ ഭഗവാൻ ശ്രീമൻ നാരായണൻ. വൃഷ്ണിവംശത്തിലെ ദാശാഹൻ എന്ന രാജാവിൻ്റെ കുലത്തിലാണ് വാസുദേവൻ ജനിച്ചത്. അതിനാലും ദാശാർഹൻ എന്ന് പറയാം. സാത്വതാംപതി, സാത്വികമായ മാർഗത്തിലൂടെ ചരിക്കുന്നവരെ നയിക്കുന്നവൻ. അത്യന്തം സ്വാത്വികമാണ് ശ്രുതികൾ. സത്തായിരിക്കുന്നത് ഭഗവാനാണ്. ഭഗവാനെ ഏകാഗ്രമായി ധ്യാനിക്കുന്ന സാത്വികന്മാർ നേരിടുന്ന ക്ലേശങ്ങളെ ദൂരീകരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അതിനാൽ സാത്വതാംപതി. സോമപോ അമൃതപ സോമ പുരുജിത് പുരു സത്തമാ വിനയോജയ സത്യസന്ധോ ദാശാഹ സാത്വതാംപതി. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.